ഹലോ, വെൽക്കം ടു ഡേ 1 ഓഫ് പോസ്റ്റിംഗ്. ഇന്നത്തെ ദിവസം ഓണത്തിന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കാഞ്ഞിരപ്പള്ളിയിൽ പോയി ഒരു ധാവണിയൊക്കെ എടുത്തായിരുന്നു. അത് തയ്ക്കാൻ കൊടുക്കാൻ പോകുന്നതിൻ്റെ ഒരു തിരക്കിലാണ്. അപ്പം ഞങ്ങൾ നടന്ന് ഏകദേശം ഒരു 350 മീറ്റർ നടന്ന് റോഡിൽ ചെന്നാലേ ഞങ്ങൾക്ക് ബസ് കിട്ടത്തുള്ളൂ. അപ്പോൾ ബസ്സൊക്കെ കയറി കാഞ്ഞിരപ്പള്ളിക്ക് പോവാണ്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് മുണ്ടക്കയത്തിന് പോയി ആണ് ഞങ്ങൾ തയ്ക്കാൻ കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം പർപ്പിൾ കളറിലുള്ള ഒരു ധാവണിയാണ് ഞങ്ങൾ തയ്ക്കാൻ എടുത്തേക്കുന്നത്. അതും തയ്ക്കാൻ കൊടുത്തിട്ട് ഇന്നത്തെ ഏകദേശം ലക്ഷ്യം എന്ന് പറയുന്നത് അതിനുള്ള ജ്വല്ലറി ഐറ്റംസ് വാങ്ങിക്കണം. അതിനുവേണ്ടി കാഞ്ഞിരപ്പള്ളിയിൽ സ്റ്റാൻഡിൽ തന്നെയുള്ള സ്ട്രോബെറി എന്ന് പറയുന്ന ഒരു കടയിലാണ് ചെന്നപ്പോൾ ഏകദേശം ഒരു പള്ളിപ്പെരുന്നാളിനുള്ള ആൾ ആ കടയിൽ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ തപ്പിപ്പോകുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഇൻവിസിബിൾ ലോട്ടസ് ചെയിൻ ഇല്ലേ, അതിൻ്റെ പർപ്പിൾ കളറാണ്. ചെന്നപ്പം അത് മാത്രം ഇല്ല. പിന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു കളറിലെ പർപ്പിൾ കളറിലെ ഒരു കമ്മലും മാലയും കൊച്ചിന് പറ്റിയ വളയും എല്ലാവർക്കും പറ്റിയ ജ്വല്ലറി എല്ലാം എടുത്ത് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. ഇത്രയും ചെയ്തപ്പോൾ തന്നെ 10-12 ആയിരുന്നു. വയറ്റിലെ വിശപ്പ് നല്ല വിളിയായിരുന്നതുകൊണ്ട് സ്റ്റാൻഡിൻ്റെ അകത്ത് തന്നെ തൗഫീഖ് എന്ന് പറഞ്ഞൊരു കടയുണ്ടായിരുന്നു. അവിടെ കയറി നല്ലൊരു ഊണും നമ്മുടെ പൊടിമീനില്ലേ അതും കൂട്ടി നല്ലൊരു ഉണ്ട് കഴിഞ്ഞിട്ട് നേരെ കാഞ്ഞിരപ്പള്ളി ചെന്ന് അക്കരമ്മയുടെ അടുത്ത് പോകണമല്ലോ, അങ്ങനെ മാതാവിൻ്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. അവിടെ സെപ്റ്റംബർ 8 എല്ലാ ദിവസവും കുർബാനയും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ രീതിയിൽ അവിടെ എല്ലാം അലങ്കരിച്ച് പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അകത്ത് കയറി നേർച്ച വിട്ട് പ്രാർത്ഥനയും കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി അക്കരപ്പള്ളി വന്നിട്ടുള്ള എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. അവിടെ ഒരു കുരിശുണ്ട്. ആ കുരിശിൽ നമ്മൾ നമ്മുടെ ആഗ്രഹം എഴുതുവാണെങ്കിൽ അത് നമുക്ക് സഫലമായി കിട്ടുമെന്നാണ്. എന്തായാലും എൻ്റെ ഈ പ്രാവശ്യത്തെ ആഗ്രഹവും ഞാൻ എഴുതി. കുരിശിൻ്റെ മേലോട്ട് ഞാനൊന്ന് നോക്കി, നല്ല പൊക്കമുള്ളൊരു കുരിശായിരുന്നു. അതും കഴിഞ്ഞ് നാളെ അങ്ങനെ 31 വയസ്സ് തികയുക. അപ്പം ട്രെൻഡ്സ് വരെ പോയി 2 ഉടുപ്പ് എടുക്കണമെന്നുണ്ടായിരുന്നു. അവിടെ ചെന്ന് നോക്കി, ഒന്നും തന്നെ എല്ലാ പ്രാവശ്യത്തെയും പോലെ ഇഷ്ടപ്പെട്ടില്ല. അവിടെ നിന്ന് ഇറങ്ങി വേറെ 2-3 കടയിലും കൂടെ പോയായിരുന്നു. പക്ഷേ അതിനൊന്നും ഷോട്ട് കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തുണി തപ്പിയതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി 2 ഷെയ്ക്കും കുടിച്ചു. കുഞ്ഞിപ്പെണ്ണൊരു തണ്ണിമത്തൻ ജ്യൂസും കുടിച്ചു. അങ്ങനെ ഇന്ന് വീട്ടിലേക്ക് റിട്ടേൺ. അപ്പോൾ ബായ്.